എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം ഇന്ന് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മഞ്ജിമ സ്വപ്നവല്ലിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജിമ പറയുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും അമ്മയെന്ന് പറയാണ്. അങ്ങനെ മഞ്ജിമ രഹസ്യത്തിൻ്റെ പുറകെ ഓടുകയാണ്. ഇതേ സമയം ഇഷിതയും നമ്മുടെ മഹേഷും തമ്മിൽ സംസാരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ, നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ലാസ്റ്റ് നമ്മൾ വേർപിരിയേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇഷിത പറയും, മഹേഷും അങ്ങനെ തന്നെ പറയുകയാണ്, നമ്മൾക്കതിന് കഴിയുമോ, എൻ്റെ മോളെ വിട്ട് എനിക്കൊരു ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ പറയുന്നു, മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയല്ലോ, മഹേഷിന് 2 മക്കളുണ്ട്, ഇഷിത അങ്ങനെയല്ലല്ലോ, നിൻ്റെ ജീവിതം ഞാൻ കളഞ്ഞ് ചതിയനാകില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇഷിത പറയും, മഹേഷിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ, മഹേഷ് എന്തിനാ ചതിയനാണെന്നൊക്കെ പറയുന്നത്, എന്തായാലും മഹേഷിനെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞ് ഇഷിത അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മുടെ രാമനും മാഷും കൂടെ സംസാരിക്കുകയാണ്. ഈ സംസാരം മുഴുവൻ ഒളിഞ്ഞു നിന്ന് നമ്മുടെ മഞ്ജിമ കേൾക്കുകയാണ്. അങ്ങനെ ആ മഞ്ജിമ ആ രഹസ്യം മനസ്സിലാക്കുന്നു. ആ രഹസ്യവുമായി നമ്മുടെ സ്വപ്നവല്ലിയുടെ അടുത്ത് നിന്ന് അമ്മ ആ രഹസ്യം ഞാൻ കണ്ടെത്തി എന്ന് പറയും. എന്നിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. മഹേഷും ഇഷിതയും തമ്മിൽ കരാറ് വെച്ചാണ് ജീവിക്കുന്നത്. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കുന്നത്. അന്ന് കൈലാസേട്ടൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് 101-ലുള്ളവർക്കും അച്ഛനും എല്ലാം അറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ സ്വപ്നവല്ലി ദേഷ്യത്തിൽ അങ്ങ് ഇരിക്കുകയാണ്. ഇതേ സമയം മാഷും നമ്മുടെ പ്രിയാമണിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയാണ്. പ്രിയാമണിക്ക് ഇപ്പം തന്നെ സ്വപ്നവല്ലിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം, എന്നിട്ട് മകൾക്ക് ഡിവോഴ്സ് വാങ്ങണം. പക്ഷെ മാഷ് അതിന് സമ്മതിക്കുന്നില്ല. മാഷ് പറയും, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് നീ പോകാൻ പാടില്ല, ഇപ്പം നീ പോകരുത്, രാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താ വരുന്നത് നോക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ പ്രിയാമണി പറയും, എൻ്റെ മകളുടെ ജീവിതം എനിക്ക് നോക്കണ്ടേ, അവളെ ഒന്നുകിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ മാഷ് ഭീഷണിപ്പെടുത്തി അങ്ങനെ പ്രിയാമണി അകത്തേക്ക് കയറിപ്പോകും. ഈ സമയത്താണ് നമ്മുടെ രാമൻ റൂമിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ രാമൻ എന്തോ പന്തികേട് തോന്നുന്നു. അപ്പോൾ രാമൻ അകത്തേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി പറയും, ഒന്നവിടെ നിൽക്കുമെന്ന് പറയും. അപ്പം നിൽക്കും, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ നിന്നെ എന്ത് ചതിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വപ്നവല്ലി അങ്ങ് വിളമ്പി കൊടുക്കുകയാണ്. നിങ്ങൾ എന്നിൽ നിന്ന് മറച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം പറയുകയാണ്. അപ്പോൾ രാമന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതാവുന്നു. മഞ്ജിമി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് രാമന് മനസ്സിലാവുന്നു. ഈ സമയത്താണ് നമ്മുടെ ഇഷിതയും മഹേഷിക അങ്ങോട്ടേക്ക് കടന്നു വരും. പിന്നെ അവരെ വിചാരണ ചെയ്യലായി. അങ്ങനെ സ്വപ്നവല്ലിയെ പറയും, എൻ്റെ മകൻ്റെ ഭാര്യയെ ജീവിക്കുമ്പോൾ മാത്രമായിരിക്കും എൻ്റെ ചിപ്പിമോളുടെ അമ്മ, അങ്ങനെ പറ്റുമെങ്കിൽ മാത്രം ജീവിച്ചാൽ മതിയെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ സ്വപ്നവല്ലി അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇഷിത ആദ്യം പെട്ടെന്നൊന്നും പറയത്തില്ല. അങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഇഷിത പറയും, ആ കരാറിൻ്റെ പേരിലല്ല നിങ്ങൾ ഇത്രയൊക്കെ വഴക്കുണ്ടാക്കുന്നത്, ആ കരാർ ഞാൻ കീറിക്കളഞ്ഞാലോ എന്ന് പറയും. അതോടെ നമ്മുടെ മഹേഷ് ഇങ്ങനെ ഞെട്ടിത്തെറിക്കും. കാരണം ഇഷിത എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന്. അങ്ങനെ ഇഷിത റൂമിലേക്ക് ചെല്ലും. റൂമിൽ ചെന്ന് നമ്മുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും വളരെ സ്നേഹ മുഹൂർത്തങ്ങളൊക്കെ കാണിക്കുകയാണ്. ഇഷിത കരയുമ്പോൾ നമ്മുടെ മഹേഷ് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.